ആകാശവാണി വാർത്താ വീക്ഷണം. ജീവൻ പകർന്നു നൽകാൻ രക്തദാനമെന്ന മഹദ്ദാനം. തയ്യാറാക്കിയത് ശ്രീലത VS. അവതരണം സുധിൻ സൈനുദ്ദീൻ. എല്ലാ വർഷവും ജൂൺ 14 രക്തദാന ദിനമായി ആചരിക്കുന്നു. A, B, O എന്നീ രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ച ഓസ്ട്രിയൻ പത്തോളജിസ്റ്റ് കാൽ ലാൻഡ്സ്റ്റീനറിന്റെ ജന്മദിനമാണ് ജൂൺ 14. നൊബേൽ സമ്മാന ജേതാവായ അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ സംഭാവനകളെ അനുസ്മരിക്കുന്നതോടൊപ്പം രക്തദാനത്തിന്റെ പ്രാധാന്യം ലോകമെമ്പാടുമുള്ള ജനതയെ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. 2004 ലോകാരോഗ്യ സംഘടനയാണ് ഈ ദിനം ആചരിക്കാൻ തുടക്കം കുറിച്ചത്. രക്തദാതാക്കളുടെ സംഭാവനകൾക്ക് ആഗോള അംഗീകാരവും ആദരവും നൽകുകയും എല്ലാ രാജ്യങ്ങളിലും സുരക്ഷിതമായ രക്തചംക്രമണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ലോകാരോഗ്യ സംഘടന ലക്ഷ്യമിട്ടത്. ഒരാൾ ഒരിക്കൽ രക്തം ദാനം ചെയ്യുന്നതിലൂടെ ഒരു ജീവൻ രക്ഷിക്കപ്പെടാം എന്നത് മാത്രമല്ല, സുരക്ഷിതമായ രക്തദാനത്തിന്റെ ആവശ്യകത, പതിവായി ദാനം ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കൽ തുടങ്ങിയവ പ്രാവർത്തികമാക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഓരോ വ്യക്തിയും രക്തദാനം ചെയ്യുക വഴി ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെ ശക്തമായി നിലനിർത്തുക കൂടിയാണ്. ഇതെല്ലാം വ്യാപ്തി അറിയാതെ നമ്മൾ ചെയ്യുന്ന ലോക നന്മകൾ മാത്രം. രക്തം നൽകൂ, പ്രതീക്ഷ നൽകൂ, നമുക്കൊരുമിച്ച് ജീവൻ രക്ഷിക്കാം എന്നതാണ് ഈ വർഷത്തെ രക്തദാന ദിന സന്ദേശം. രക്തത്തിൻ്റെയും രക്തോൽപ്പന്നങ്ങളായ പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് എന്നിവയുടെ ദാനം ഏറ്റവും വലിയ അളവിൽ വേണ്ടിവരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വിവിധ തരം വൈറസുകൾ നൽകുന്ന പനി ബാധിച്ചവർ തുടങ്ങി അപകടങ്ങളിൽ പെടുന്നവർ, ക്യാൻസർ രോഗികൾ, ശസ്ത്രക്രിയാ രോഗികൾ, മാസം തികയുന്നതിന് മുൻപേ ജനിച്ച കുഞ്ഞുങ്ങൾ എന്നിവർക്കൊക്കെ രക്തം സ്വീകരിക്കേണ്ട സാഹചര്യമുണ്ടാകാറുണ്ട്. ലോകത്ത് ഓരോ വർഷവും ശരാശരി 118.5 ദശലക്ഷം പേർ രക്തദാനം നടത്തിവരുന്നു. ഈ കണക്ക് രക്തദാനത്തിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നതാണ്. എന്നാൽ ലോകത്തിന്റെ പല ഭാഗത്തും ദാരിദ്ര്യം, അജ്ഞത എന്നിവ കാരണം വേണ്ട രീതിയിൽ രക്തദാനം നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. രക്തദാനത്തെക്കുറിച്ച് വളരെ വികലമായ കാഴ്ചപ്പാടാണ് അഭ്യസ്ത വിദ്യരിൽ പോലും കാണുന്നത്. ദാനം ചെയ്യുന്നത് ദാതാവിന്റെ ആരോഗ്യത്തിന് ഹാനികരമാകും, രക്തമെടുക്കുന്നതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളിലൂടെ പുതിയ രോഗങ്ങളോ പകർച്ചവ്യാധികളോ പിടിപെടാം എന്നിങ്ങനെയുള്ള ആശങ്കകളാണ് ഇതിന് കാരണം. ഈ ധാരണകൾ മാറുന്നതിനുള്ള ബോധവൽക്കരണവും കൂടുതൽ പേരെ രക്തദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങളാണ് ഓരോ രക്തദാന ദിനാചരണത്തിലും നടത്തിവരുന്നത്. വർഷങ്ങൾ കഴിയുന്തോറും ഈ രംഗത്ത് അഭൂതപൂർവമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. പൂർണ്ണ ആരോഗ്യവാനായ പുരുഷ ശരീരത്തിൽ 5.5 ലിറ്റർ രക്തവും സ്ത്രീ ശരീരത്തിൽ 4.5 ലിറ്റർ രക്തവുമാണ് ഉള്ളത്. ഇതിൽ ഒരു സമയം 470 മില്ലി ലിറ്റർ രക്തം ദാനം ചെയ്യാം. 24 മുതൽ 48 മണിക്കൂർ കൊണ്ട് ഇത്രയും അളവ് രക്തം അവരിൽ ഉൽപ്പാദിപ്പിക്കും. ഓരോ രക്തദാനവും 3-4 വ്യക്തികൾക്ക് പ്രയോജനം ലഭിക്കും എന്നതിനാൽ അത് ജീവൻ രക്ഷാ മാർഗമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള 18-നും 60-നും മധ്യേ പ്രായമായവർ രക്തദാനത്തിനായി മുന്നോട്ട് വരേണ്ടതുണ്ട്. വർഷത്തിൽ ഒരു വ്യക്തിക്ക് 2 മുതൽ 4 തവണ വരെ രക്തദാനം നടത്താം. രക്തം ദാനം ചെയ്യുന്നതിലൂടെ ഒരു ജീവൻ രക്ഷിക്കുക മാത്രമല്ല, മറിച്ച് ദാതാവിന് ആരോഗ്യപരമായി ഒരുപാട് നേട്ടങ്ങളുണ്ട്. കൊളസ്ട്രോൾ, ഹൃദയാഘാതം, പക്ഷാഘാതം, ചിലതരം അർബുദങ്ങൾ എന്നിവ വരാനുള്ള സാധ്യത സ്ഥിരമായി രക്തദാനം നടത്തുന്നവരിൽ കുറവാണ്. വിലയേറിയ ഒരു ജീവൻ രക്ഷിച്ചതിന്റെ സംതൃപ്തിക്ക് പുറമെ ദാതാവിന് തനിക്കോ മറ്റു വേണ്ടപ്പെട്ടവർക്കോ ഒരു കുപ്പി രക്തം സൗജന്യമായി സ്വീകരിക്കുന്നതിനും അർഹതയുണ്ട്. ഓരോ 3 മാസത്തിലും പുരുഷനും ഓരോ 4 മാസത്തിലും സ്ത്രീക്കും രക്തം ദാനം ചെയ്യാവുന്നതാണ്. രക്തദാനം ചെയ്യുന്നതിന് ചില നിബന്ധനകളും കാലയളവുമൊക്കെയുണ്ട്. 18-നും 60-നും ഇടയിൽ പ്രായമായവർ, ശരീരഭാരം 50 കിലോഗ്രാമിൽ കൂടുതലായവർ, 12 ഗ്രാമിൽ കൂടുതൽ ഹീമോഗ്ലോബിൻ ലെവലുള്ളവർ എന്നിവർക്ക് രക്തം ദാനം ചെയ്യാം. ഹൃദയം, വൃക്ക, കരൾ എന്നീ അവയവങ്ങൾക്ക് തകരാർ സംഭവിച്ചവർക്കും, തൈറോയിഡ് പ്രശ്നമുള്ളവർക്കും, അപസ്മാരം, മാനസിക വൈകല്യങ്ങൾ, ക്ഷയം, കുഷ്ഠം, ആസ്മ, ക്യാൻസർ, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയുള്ളവർക്ക് രക്തം ദാനം ചെയ്യാൻ കഴിയില്ല. ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കും
ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് ബി, സി വന്നവർക്കും നായയുടെ കടിയേറ്റ വ്യക്തികൾക്കും തുടർച്ചയായി പനി വരുന്നവർക്കും രക്തദാനം സാധ്യമല്ല. അതുപോലെ ടാറ്റു, പച്ചകുത്തൽ തുടങ്ങിയവ ചെയ്തവർക്കും പല്ലെടുത്തവർ, റൂട്ട് കനാൽ ചികിത്സ ചെയ്തവർ എന്നിവരെ 6 മാസത്തേക്ക് രക്തദാനത്തിന് പരിഗണിക്കില്ല. സ്ത്രീകളിൽ ഗർഭകാലത്തും പ്രസവശേഷം 1 വർഷക്കാലവും മുലയൂട്ടുന്ന കാലയളവിലും ആർത്തവ സമയത്ത് ശരീരം രോഗാതുരമായിരിക്കുമ്പോഴും രക്തദാനം ചെയ്യാൻ പാടില്ല. രക്തദാനത്തിന് മുൻപും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ദാനത്തിന് മുൻപ് നല്ല വിശ്രമം, ധാരാളം വെള്ളം കുടിക്കുക, മാനസികമായി തയ്യാറാകുക, 24 മണിക്കൂർ മുൻപ് മദ്യപാനം ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ രക്തദാനത്തിന് ശേഷം 24 മണിക്കൂർ ധാരാളം വെള്ളം കുടിക്കുക, പുകവലി ഒഴിവാക്കുക, ഭക്ഷണം കഴിക്കുന്നതുവരെ മദ്യം ഒഴിവാക്കുക, ഉടനെ ഡ്രൈവ് ചെയ്യാതിരിക്കുക, കഠിനമായ വ്യായാമങ്ങളും ഗെയിമുകളും ഒഴിവാക്കുക തുടങ്ങിയവ ശ്രദ്ധിക്കണം. രക്തം ദാനം ചെയ്യുന്നതിന് മുൻപ് ദാതാവിനെ ദേഹപരിശോധനയ്ക്ക് വിധേയമാക്കും എന്നതുകൊണ്ട് അസുഖങ്ങൾ ഒരു പരിധിവരെ നേരത്തെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. രക്തദാനം മഹാദാനം എന്നതിനാൽ ഈ പ്രക്രിയ ഒരു ശീലമാക്കിയാൽ ലോകത്തോടാകെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു നന്മയായി ഇത് മാറും. രക്തദാനത്തിന് വളരെ കുറച്ച് സമയം മതി, പക്ഷേ അത് സ്വീകരിക്കുന്നയാൾ ജീവിതകാലം മുഴുവൻ അതോർക്കുന്നു. അതിലുപരി പല മുഖങ്ങളിലും പുഞ്ചിരി വിടർത്താൻ ഈ ഒരു ദാനം കാരണമാകും. നമ്മുടെ ഓരോ തുള്ളി രക്തത്തിനും ജീവന്റെ വിലയാണ് ഉള്ളത്. രക്തത്തിന് പകരം മറ്റൊന്നുമില്ല എന്നുള്ളതുകൊണ്ടും കൃത്രിമമായി രക്തം ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നുള്ളതുകൊണ്ടും രക്തദാനത്തിന്റെ പ്രസക്തി ഏറുന്നു. രക്തദാനം അമൂല്യമായ പ്രവൃത്തിയാണ്. കൂടുതൽ പേരെ അതിൽ പങ്കാളികളാവാൻ പ്രേരിപ്പിക്കുമ്പോൾ നമ്മളിലെ സാമൂഹ്യ പ്രതിബദ്ധതയും പ്രോജ്വലിക്കുന്നു. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ജീവൻ പകർന്നു നൽകാൻ രക്തദാനമെന്ന മഹദ്ദാനം. തയ്യാറാക്കിയത് ശ്രീലത വി എസ്. അവതരണം സുധിൻ സൈനുദ്ദീൻ.